കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരള എഡ്യൂക്കേഷൻ മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. എൻറ്റയർലി വലിയ മാറ്റമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ സംഭവിച്ചത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു, പുതിയ സിലബസ് വരുന്നു, പുതിയ എക്സാം പാറ്റേണുകൾ വരുന്നു, എല്ലാം പരിഷ്കാരങ്ങൾ. അതിൻ്റെ കൂടെ സ്കൂളിൻ്റെ സമയവും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതായത് അരമണിക്കൂർ എക്സ്ട്രാ, അതായത് രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും. വലിയ ചർച്ചകൾ, വലിയ ഡിസ്കഷൻ ഈ ഒരു കാര്യത്തിന് മേലെ സ്കൂളിൻ്റെ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്. ഇത് അധികം ആളുകളുമായി ചർച്ച ചെയ്യാതെ എടുത്തൊരു തീരുമാനം, അല്ലെങ്കിൽ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ആരും പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞതിൽ തന്നെ ചിലപ്പോൾ ഈ സമയമാറ്റം പഴയതുപോലെ തന്നെ ആവാനും സാധ്യതയുണ്ട്. കാരണം ഈ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ രാവിലെ അത് പോകുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കേൾക്കുന്ന ഒരു വിഷയം, ട്യൂഷൻ സംവിധാനത്തെ കംപ്ലീറ്റ്ലി പൂട്ടിക്കാൻ പോകാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, ഈ സ്കൂളിലെ സമയം അരമണിക്കൂർ എക്സ്ട്രാ കൂട്ടിയത് കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഗണ്യമായ വല്ല മാറ്റവും സംഭവിക്കും? ഇതൊരു ഹോണസ്റ്റ് ചോദ്യമാണ്, ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ ചോദിക്കുമെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ അരമണിക്കൂർ കൂട്ടിയത് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വല്ല മാറ്റവും സംഭവിക്കുമോ? നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം, ഞാൻ ഈ വിഷയം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഈ സമയമാറ്റപരമായ വിഷയത്തെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാറ്റ് GPT യോട് ചോദിച്ചു നോക്കൂ, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം എവിടെയാണ് ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പം ചാറ്റ് GPT പറഞ്ഞു ഫിൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന്. ഒരുപാടുണ്ട്, എന്നാലും ഫിൻലാൻഡ് അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞു നമ്മളെ ചാറ്റ് GPT യോട്. എന്തൊക്കെയാണ് നമ്മുടെ കേരള വേഴ്സ് ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പോൾ 10ാം ക്ലാസ് വരെ വരുന്ന കേരളത്തിലെയും ഫിൻലാൻഡേയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിൽ കൃത്യമായ ചില ഡാറ്റകൾ അവർ നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ ഇതൊന്നും നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് എ ചാറ്റ് GPT തിങ്. ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഇൻ ഇതിൽ എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ സ്കൂളിലെ ടൈമിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. 6 hours പെർ ഡേ എന്നാണ് പറയുന്നത്. പക്ഷേ 6 hours ഒന്നും അല്ല, എനിക്കൊന്ന് എന്തൊഴിവാക്കിയിട്ട് നമ്മുടെ ഇന്റർവെൽ ഒഴിവാക്കിയിട്ടാന്ന് തോന്നില്ല. 6 hours ഒന്നുമല്ല. ശരിക്കും നമ്മൾ നിലവിലെ സമയം നോക്കുകയാണെങ്കിൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തല്ലേ, 10, 11, 12, 1, 2, 3, 4, 7 നിലവിലെ 7:30 hours അല്ലേ. 7.5 മണിക്കൂർ ഇന്റർവെല്ലും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ഓക്കെ 6 മണിക്കൂർ റെഡി തന്നെ അല്ലേ. 6 മണിക്കൂർ പെർ ഡേ, അല്ലെങ്കിൽ 5, 6 ആഴ്ചയിൽ 5, 6, അതായത് 6 ദിവസം എന്തായാലും സ്കൂളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലെ സിസ്റ്റം പ്രകാരം ശനിയാഴ്ചകളും സ്കൂൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ 7ഓളം വരുന്ന ശനിയാഴ്ചകൾ എന്തുണ്ട്, ക്ലാസ് ഉണ്ട് കേട്ടോ. ഇനി ഫിൻലാൻഡിലെ അവസ്ഥ ആണെങ്കിൽ 4, 5 hours മാത്രമേ എന്തുള്ളൂ, ഒരു ദിവസം ആകെ ക്ലാസ് ഉണ്ടുള്ളൂ. 5 days പെർ വീക്ക് എന്താണ്, മാക്സിമം 5 ദിവസമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സമയവും കുറവാണ്, ക്ലാസ്സിന് എന്താണ് ഇതും കുറവാണ്. ഇനി രണ്ടാമത്തെ എക്സാമിൻ്റെ ഒരു കാര്യം നോക്കുന്നത്, എക്സാം ആൻഡ് ടെസ്റ്റിംഗ് ആണ്. ഫ്രീക്വന്റ് ടെസ്റ്റ് ബോർഡ് എക്സാംസ് എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് ടെസ്റ്റുകൾ. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ആണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് എക്സാംസ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളിലും അല്ലെങ്കിൽ എല്ലാതുമായിട്ട് അല്ലേ. ഇവിടെയോ വെരി ഫ്യൂ എക്സാംസ് അണ്ടിൽ ഏജ് ഓഫ് 16, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എക്സാമുകൾ കമ്പാരേറ്റീവ്ലി എണ്ണം അവർ കുറയ്ക്കുന്നുണ്ട്. നോക്കാം അടുത്ത് എന്താണ് ഹോംവർക്ക് ലോഡ് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ടു ഹൈ. നമ്മുടെ കേരളത്തിലെ ഹോംവർക്കിന്റെ അല്ലേ, നമ്മൾ സ്കൂളിൽ എത്തിക്കാൻ ടീച്ചർ എന്താണ് ആ പാരഗ്രാഫ് അത് ഹോംവർക്ക് ചെയ്താൽ മതി അല്ലേ, ഈ ഒരു സാധനം കൂടുതലാണ്. പക്ഷെ അവിടെയോ ഫിൻലാൻഡിലാണെങ്കിൽ വെരി മിനിമലാണ്, വളരെ കുറച്ച് ഹോംവർക്കിന്റെ കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുള്ളൂ. അടുത്ത് നോക്കാം സിലബസ് സ്റ്റൈൽ ആണെങ്കിലോ റോഡ് ബേസ്ഡ് ആൻഡ് എക്സാം ഫോക്കസ് അല്ലേ. ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം ബേസ്ഡ് നമ്മുടെ സിലബസ്, എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി തരുന്നത് അല്ലേ. നമ്മളെല്ലാവരും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുന്നു, അത് കാണാതെ പരീക്ഷ പേപ്പറിലേക്ക് ഛർദ്ദിക്കുന്നു, അത് മാർക്കായി വരുന്നു അതല്ലേ. എന്നാൽ ഇവിടെ എങ്ങനെ നോക്കി നിങ്ങൾ, കൺസെപ്റ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഓറിയന്റഡ്, കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യത്തെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ജീവിതത്തിൽ നമുക്കത് എങ്ങനെ ആപ്ലിക്കബിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടി പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ആണ് അങ്ങ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ ടീച്ചർ റോൾ എന്ന് നോക്കി നിങ്ങൾ, ഇൻസ്ട്രക്ഷൻ സിലബസ് ബൗണ്ട് അല്ലേ. ശരിക്കും നമ്മളിവിടെ കൃത്യമായ എന്താണ് നിർദ്ദേശങ്ങൾ നൽകുന്ന, സിലബസ് ഓറിയന്റഡ് കാര്യം കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആളാണ് കേരള എഡ്യൂക്കേഷൻ പ്രകാരം ടീച്ചർ. അവിടെയോ ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, ഫ്ലെക്സിബിൾ കരിക്കുലമാണ്. എന്താണ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സഹായിക്കുന്ന ഒരാളാണ്, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആരോ, ഒരു മെൻഡർ എന്ന രീതിയിലാണ് ഒരു ടീച്ചർ റോൾ. അത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രാവിലെ മുതൽ വൈകുന്നേരം ഇൻക്ലൂഡിങ് ട്യൂഷൻ അടക്കം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം ഒരു 10-11 മണിക്കൂർ അവരിങ്ങനെ കേൾക്കുക. ഇങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞ് ഇങ്ങനെ കേട്ട് പഠിക്കാനുള്ള സമയം അവർക്കില്ല ആക്ച്വലി
അല്ലേ? അപ്പൊ ഈ ഒരു അടുത്ത കഴിഞ്ഞില്ല, ഇനി നോക്കി നിങ്ങളുടെ ക്ലാസ്സിന്റെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 40-ലധികം കുട്ടികൾ നമ്മുടെ എല്ലാവരുടെ ക്ലാസ്സിലുണ്ടോ, ഏറ്റവും മിനിമം അല്ലേ? ഇവിടെ 15 മുതൽ 20 കുട്ടികൾ മാത്രമേ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ തന്നെ ആ ക്ലാസ്സിന്റെ ഒരു സമാധാനത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടുത്തത് നോക്കി നിങ്ങൾ സ്റ്റുഡന്റിന്റെ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ ഹൈ ഡ്യൂ ടു മാർക്സ് ആൻഡ് കോമ്പറ്റീഷൻ, ഭയങ്കര നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എസ്പെഷ്യലി പബ്ലിക് എക്സാം എഴുതുന്ന 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, +1 +2 ഒക്കെ പബ്ലിക് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ. കാരണം എന്താ, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ എൻട്രൻസ് എക്സാംസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും പ്രഷർ കൂടുതൽ. ഇവിടെ ലോ സ്ട്രെസ് എൻവയോൺമെന്റ് ആണ്. എക്സാംസ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് പരീക്ഷ അല്ലെങ്കിൽ എന്താണ് ഒരു കോമ്പറ്റീഷന്റെ എന്താണ് ഡീപ്നെസിന്റെ അളവ് അവിടെ കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാരന്റ് പ്രഷർ ആണെങ്കിൽ ഹൈ ആണ്. കാരണം എന്താണ്, അക്കാഡമിക് എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ എക്സ്പെക്ട് കൊണ്ട് നമ്മുടെ പാരന്റ്സ് എന്താണ് എ+, അതേ പറയാനുള്ളൂ. പക്ഷെ അവിടെ ലോ ആണ്. ഫോക്കസ് ഓൺ ഓവറോൾ വെൽബീങ്. അവിടെ നോക്കുന്നത് നമ്മുടെ ഫിൻലാൻഡിലെ പാരന്റ്സ് നോക്കുന്നത് എന്തല്ല, നമുക്ക് നമ്മുടെ പേപ്പറിൽ മാർക്ക് ഉണ്ടോ എന്നല്ല, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നു, ഓവറോൾ എങ്ങനെയാണ് പോകുന്നത്, നന്നായി സംസാരിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ എഴുതാൻ അറിയുന്നുണ്ടോ, ബേസിക്കായി കാര്യങ്ങൾ അറിയുന്നുണ്ടോ, അവൻ്റെ ലൈഫ് സ്കില്ലുകൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നത്, അവിടെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത നോക്കില്ല, യൂസ് ഓഫ് ടെക്നോളജി ഇൻക്രീസിങ് ബട്ട് ഹൈ ആൻഡ് വെൽ ഇൻറ്റഗ്രേറ്റഡ്. നമ്മളെ ടെക്നോളജി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്മാർട്ട് ക്ലാസ് റൂം വരെ നമ്മുടെ പല സ്കൂളിൽ ഉണ്ടെങ്കിൽ പോലും മെജോറിറ്റി അത് ഉപയോഗിക്കാറില്ല. ഇപ്പോഴും ബോർഡിലും ചോക്കായി നടക്കാം. അവിടെ ഹൈ ആൻഡ് വെൽ ഇൻറ്റഗ്രേറ്റഡ് ടെക്നോളജി ബേസ്ഡ് ആണ് അവിടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മോറൽ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ ലെസ് എംഫസൈസസ് സ്ട്രോങ് ഫോക്കസ് ഓൺ ലൈഫ് സ്കിൽ ആൻഡ് എത്തിക്സ്. നമ്മളിവിടെ മോറൽ എഡ്യൂക്കേഷനൊക്കെ ചെറിയ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, പക്ഷെ അവിടെ എന്താണ്, മോറൽ എഡ്യൂക്കേഷൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓവറോൾ നല്ലൊരു ഹ്യൂമൻ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു കുട്ടി ഫിൻലാൻഡ് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത്. കഴിഞ്ഞില്ല. യെസ്, അപ്പം ഇത്രയുമാണ് കമ്പാരിസൺ. ഇനി എന്തൊക്കെയാണ് ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ? ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ കൃത്യമായ അറിവുണ്ടായിരിക്കണം. ChatGPT എന്ന കാര്യങ്ങളാണ്. ഞാൻ ചെറിയൊരു റിസർച്ച് എൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഫോക്കസ് ഓൺ ലേണിംഗ് നോട്ട് എക്സാംസ്. അവിടെ നിന്ന് പറയുന്ന കാര്യം എക്സാമിനേക്കാൾ കൂടുതൽ ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുന്നതിലാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ വെൽ ട്രെയിൻ ടീച്ചേഴ്സ് ആയിരിക്കും, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്, ബാലൻസ്ഡ് ലൈഫ് അവിടെ കൊടുക്കുന്നുണ്ട്, എന്താണ് എല്ലാ മെന്റൽ ഹെൽത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, സ്കിൽ ബേസ്ഡ് കരിക്കുലം, ഫ്രീഡം ആൻഡ് ട്രസ്റ്റ് അല്ലേ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരാളെ എല്ലാ രീതിയിലും നല്ലൊരു ഹ്യൂമൻ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്ര നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൂടാ? ഇവിടെ നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ കേരളത്തിലെ എഡ്യൂക്കേഷൻ സംവിധാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. കൃത്യമായ നമ്പേഴ്സിൻ്റെ ഒരു വിഷയമുണ്ട് ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിൽ അത്രത്തോളം കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ, ഫിൻലാൻഡിലൊക്കെ കമ്പാരിറ്റീവ്ലി അത് എണ്ണം കുറവാണ്. അപ്പോൾ അത്രയും വിദ്യാർത്ഥികൾക്ക് വേണ്ട ടീച്ചേഴ്സിൻ്റെ എണ്ണം അല്ല അവർക്ക് കൊടുക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കൊടുക്കുന്നതിലോ പരിമിതികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ പരിമിതി നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലേ, പലരും സ്കൂളിലെ ടൈമിംഗ് നോക്കി നിങ്ങൾ, ഒരു മോർണിംഗ് 8 മണിക്ക് തുടങ്ങിയിട്ട് പല സ്കൂളും 1 മണി 2 മണിക്ക് അവസാനിക്കുന്ന ഒരുപാട് സ്കൂൾ സ്റ്റിൽ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ സംവിധാനം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് സ്കൂളിലെ വീണ്ടും കുട്ടികളെ സമയം വർദ്ധിപ്പിച്ചത് കൊണ്ട് വലിയൊരു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന രീതിയിൽ ഒരു ചെറിയ അധ്യാപക രീതിയിൽ എനിക്ക് വലിയൊരു അതിൽ തോന്നുന്നില്ല. നിലവിലുള്ള സമയത്തെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കുറയ്ക്കുക. അത് മാത്രമല്ല, വേറെ ഏറ്റവും സങ്കടമായ ഒരു കാര്യം, പല സ്കൂളിലും PT പീരീഡ്, വർക്ക് എക്സ്പീരിയൻസ് പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പീരീഡ് ഉണ്ട്. ഇപ്പോഴും പല സ്കൂളിലും അതിലൊന്നും ടീച്ചേഴ്സ് ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. പല സ്കൂളിലും PTക്ക് അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിന് ഒരു പെർമനന്റ് ടീച്ചറൊന്നുമില്ല. പലപ്പോഴും 1-2 ഹവർ അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ കുട്ടികൾക്ക് വെറുതെ നഷ്ടപ്പെടുന്നുണ്ട് ഓരോ സ്കൂളിലും. അപ്പോൾ അതൊക്കെ സമയം ഒന്ന് സോർട്ട് ചെയ്ത് വളരെ വൃത്തിക്ക് നിലവിലെ സമയം തന്നെ മതി എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിനുള്ളിൽ. ഞാൻ വലിയ അറിവുള്ള ആളോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഭയങ്കര, എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ചെറിയ വിവരത്തിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ സമയം ഇറ്റ്സ് ഇനഫ്, ഇത് മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധമായും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സ്കൂളിൻ്റെ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്കൂളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ കുട്ടികൾക്ക് ഉതകുന്ന രീതിയിൽ എന്താണ് സാറ്റിസ്ഫൈഡ് ആണോ ഈ രീതി, മെത്തേഡ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്. സോ ഞാൻ എക്സ്പെക്ട് നിങ്ങളുടെ കമൻസ് ആണ്. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അറിയാനാണ് എൻ്റെ ആഗ്രഹം. സോ കമൻറ്റ് ചെയ്യണ കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു, ബൈ.